ഇനി ഡിസ്കസ് ചെയ്യാനുള്ള 15 ക്വസ്റ്റ്യൻസ് മാത്സ്, മെന്റൽ എബിലിറ്റി എന്നിവയിൽ നിന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 86. The average age of husband, wife and their 3 years and their child 3 years ago was 27 years, and that of the wife and the child 5 years ago was 15 years. The present age of the husband is 35 years, 14 years, 15 years, none of the above. So average എന്ന് പറയുന്ന ടോപ്പിക് നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ ഫൈൻ. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് 3 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും കുട്ടിയുടെയും ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ 27 3 കൊല്ലങ്ങൾക്ക് മുമ്പ്. ഓക്കെ, അപ്പൊ ഇപ്പം അവരുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇപ്പൊ അവരുടെ ആവറേജ് 30. 3 കൊല്ലങ്ങൾക്ക് മുമ്പ് 27 ആയിരുന്നു, ഇപ്പൊ അവരുടെ ആവറേജ് 30. അപ്പൊ ഇതിന് ടോട്ടൽ സം വരുന്നത് 3 × 30 ഈസ് ഈക്വൽ ടു 90. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അടുത്ത്, ആൻഡ് ദാറ്റ് ഓഫ് വൈഫ് ആൻഡ് ചൈൽഡ് 5 years ago was 20 years. അമ്മയുടെയും കുട്ടിയുടെയും ആവറേജ് ഏജ് 5 വർഷങ്ങൾക്ക് മുമ്പ് 20 വയസ്സാണ്. അപ്പൊ 5 വർഷങ്ങൾക്ക് മുമ്പ് അമ്മയുടെയും കുട്ടിയുടെയും ആവറേജ് ഏജ് 20 ആണെങ്കിൽ അവിടെ ഇപ്പോഴത്തെ എത്രയായിരിക്കും? ആവറേജ് 25 ആയിരിക്കും. അപ്പൊ ഇതിന്റെ ടോട്ടൽ സംഭവം വരുന്നത് 2 × 25 ഈസ് ഈക്വൽ ടു 50. സോ ഇവരുടെ 3 പേരുടെയും, അതായത് ഇപ്പം ഭർത്താവിന്റെയും ഭാര്യയുടെയും കുട്ടിയുടെയും പിന്നെ ടോട്ടൽ സം വരുന്നത് 90. പക്ഷെ കുട്ടിയുടെയും അതേപോലെ തന്നെ വൈഫിന്റെയും ആവറേജിന്റെ തുക വരുന്നത് 50. സോ ഇതിൽ നിന്നും 90 നിന്നും 50 കുറച്ച് നമുക്ക് ഇപ്പോഴത്തെ ഹസ്ബൻഡ് ഏജ് കിട്ടും, ദാറ്റ് ഈസ് 40. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് 87ാമത്തെ ക്വസ്റ്റ്യൻ. When a plot is sold for rupees 18,700, the owner loses 50%. At what price must the plot be sold in order to gain 50%? Option A 21,000, option B 22,500, option C 25,300, option D 25,800. ഒരു പ്ലോട്ട് 18,200 രൂപക്ക് വിറ്റപ്പം 15% നഷ്ടം സംഭവിച്ചു. സോ എത്ര രൂപക്ക് വിറ്റാൽ 15% ലാഭം കിട്ടുമായിരുന്നു? എന്താണ് ആൻസർ വരുന്നത്? ഇതിന് സിമ്പിൾ ക്വസ്റ്റ്യൻ, വലിയ പണിയൊന്നുമില്ല അല്ലെ. ഒരാളുടെ പ്രോപ്പർട്ടി 15% നഷ്ടത്തിൽ വിറ്റു എന്ന് പറയുമ്പോൾ ഒരു വില ഉണ്ട്, 100%. അയാൾ 15% നഷ്ടത്തിലാണ് വിറ്റത്. ഓക്കെ, അപ്പൊ 18,700 എന്ന് പറയുന്നത് 15% നഷ്ടമാണ്, വിച്ച് മീൻസ് ഈ 100%ത്തിന്റെ 85%-ത്തിനാണ് മൂപ്പര വില വിറ്റത് അല്ലെ. അപ്പൊ 85% എന്നുള്ള എത്രയാണ്? 18,700. കാരണം 15% നഷ്ടത്തിന് വിറ്റപ്പോ അയാൾക്ക് 18,700 രൂപയാണ് കിട്ടിയത്. അപ്പൊ 85%മാണ് 18,700. ഇത് നമ്മളോട് ചോദിച്ചാല് എന്താണ് ആ ഒരു പ്രോപ്പർട്ടി പിന്നെ എത്ര രൂപക്ക് വിറ്റാലാണ് പിന്നെ 15% ലാഭം കിട്ടും, വിച്ച് മീൻസ് 115% അല്ലെ. 15% ലാഭം കിട്ടണം. ഓക്കെ, അപ്പൊ എത്ര രൂപക്ക് വിറ്റാലാണ് എന്ത് ചെയ്യാം പിന്നെ നമുക്ക് എന്ത് കിട്ടുക? 115% അല്ലെങ്കിൽ 15% ലാഭം കിട്ടുക എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് 115% വിൽക്കണം. ഓക്കെ, ഇതൊന്ന് ക്രോസ് ചെയ്ത് ചെയ്താൽ മാത്രം മതി. ഇങ്ങനെ ചെയ്യാം. 18,700 ഇൻറ്റു 115 ഡിവൈഡ് ബൈ 85 അല്ലെ. അത് ക്രോസ് ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, 18,700 85 എങ്കിൽ 115% എത്ര എന്നുള്ള എന്ത് ചെയ്ത് ഒന്ന് ക്രോസ് ചെയ്തിട്ട് ഗുണിച്ചാൽ മാത്രം മതി. 18,700 115 ഗുണിച്ചിട്ട് 85 ഹരിച്ചാൽ മതി. സോ 115നെയും 85നെയും നമുക്ക് ഡിവൈഡ് ചെയ്യാം. 5 ഡിവൈഡ് എത്ര കിട്ടും? ഇവിടെ 17 തവണ വരും. എത്ര തവണ വരും? 23 തവണ വരും അല്ലെ. ഈ 17നെ 18,200 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. ഓക്കെ, 17 നമുക്ക് കംപ്ലീറ്റ്ലി കളയാൻ പറ്റും അല്ലെ.
1100 തവണ. നിങ്ങൾ സമയം കൊണ്ട് ഗുണിച്ച് നോക്കിയാൽ 1100 തവണ, അതായത് 17 ഇൻറ്റു 1100 18,700. ഓക്കെ, സോ 1100 ഇൻറ്റു 23 ഈസ് ഈക്വൽ ടു എത്രയാണ്? 25,300. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇതും കമ്പാരിറ്റീവ്ലി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ഏറെക്കുറെ ഒക്കെ നമുക്ക് ഈ ഒരു ഇക്വേഷനിലൂടെ വളരെ പെട്ടെന്ന് ആൻസറിൽ എത്താൻ പറ്റും. ഓക്കെ, മുന്നോട്ട് പോവാം. അടുത്ത്, ഇഫ് 15 is subtracted from 2/3 of a number, the result is equal to sum of 14 and 1/4 of that number. What is the number? Okay, വലിയ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്പേഴ്സ് എന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു സം ഉണ്ട്. ഓക്കെ, ആ സമ്മിന്റെ 2/3 നിന്നും നമ്മൾ 50 കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സംഖ്യ കിട്ടും. ഓക്കെ, y എന്നുള്ള സംഖ്യ കിട്ടും. ഈ y എന്താണ്? y എന്താ? y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഖ്യയുടെ 40ഉം ഈ പറഞ്ഞ സംഖ്യയുടെ 1/4 സമ്മാണെന്നാണ് പറയുന്നത്. സോ ചെയ്ത് സമയമല്ല. കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി 216 ആണ്. ഓക്കെ, നമ്മൾ അവിടെ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഞാൻ ഓവറായിട്ട് എലാബറേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. മുന്നോട്ട് പോവാം. അടുത്ത്, a person crosses 600 meter long street in 5 minutes. What is his speed in kilometer per hour? 3.6, 7.2, 8.4, 1. എന്താ ചോദ്യം? എന്താ? ഒരാൾ 5 മിനിറ്റ് കൊണ്ട് 600 മീറ്റർ നടക്കുന്നു. അപ്പൊ നമ്മൾ ഒരു മണിക്കൂർ അയാൾ എത്ര പോകും നോക്കാം. 5 മിനിറ്റിന് അല്ലെ, നമുക്ക് 5 മിനിറ്റോടെ അയാൾ എന്താക്കുന്നു? 600 മീറ്റർ പോകുന്നുണ്ട്. അപ്പൊ ഒരു മണിക്കൂറിൽ അയാൾ എത്ര ദൂരം പോകും എന്നാണ് ചോദ്യം. സോ നമുക്കറിയാം 12 ഇൻറ്റു 5 60 മിനിറ്റ് അല്ലെ. അപ്പൊ 12നെ കൊണ്ട് 600 ഗുണിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ അയാൾ എത്ര ദൂരം പോകുമെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അയാൾ എത്ര ദൂരം പോകും? 12 ഇൻറ്റു 600 7200 മീറ്റർ അയാൾ മുന്നോട്ട് പോകും അല്ലെ. 7200 മീറ്റർ എന്ന് പറയുമ്പോൾ എത്ര കിലോമീറ്റർ? 7.2 കിലോമീറ്റർ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മുന്നോട്ട് പോവാം. ഓക്കെ, അടുത്ത്, a man's speed with current is 15 km per hour and the speed of the current is 2.5 km per hour. The man's speed against the current is option A 8.5 km, 9 km per hour, 19 km per hour, 12.5 km per hour. എന്തോ പ്രശ്നം ഉണ്ടല്ലോ. അതായത് ഒരാള് നമുക്കറിയാലോ, ഇതിപ്പോ വാട്ടർ സ്ട്രീം ക്വസ്റ്റ്യൻ ആണ്. ഒഴുക്കിന് അനുകൂലമായിട്ടും ഒഴുക്കിനെതിരെയും ഒരാൾ നീങ്ങുന്നുണ്ട്. ഒരാൾക്ക് ഒഴുക്കിനനുസരിച്ച് നീങ്ങുമ്പോൾ, കറണ്ടിനനുസരിച്ച്, അതായത് ഒഴുക്കിനനുസരിച്ച് ഒരാൾ ഒരു പോയിന്റ് നീങ്ങുമ്പോൾ അയാളുടെ സ്പീഡ് 15 km per hour ആണ്. ഒരു മണിക്കൂറിൽ 15 കിലോമീറ്റർ പോകും. കറണ്ടിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 2.5 km ആണ്. അതായത് വെള്ളത്തിന്റെ ഒഴുക്കിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 2.5 km ആണ്. ഓക്കെ, അപ്പം അയാൾ ഒഴുക്കിനെതിരെ നീന്തിയാൽ എത്ര ദൂരം മുന്നോട്ട് പോകും? അപ്പോൾ ഒഴുക്കിന് അനുകൂലമായി അയാൾ പോകുന്ന സമയത്ത് അയാൾ എത്ര ദൂരമാണ് പോവുക? അയാൾ 15 km per hour സ്പീഡിലാണ് പോവുക. ഇവിടെ കറണ്ടിന്റെ സ്പീഡ് 2.5 ആണ്. ഇനി ഒഴുക്കിന് അനുകൂലമായിട്ട് പോകുമ്പോൾ എത്ര സ്പീഡ് ഉണ്ട്? ഇനി ഒഴുക്കിനെതിരെ പോകുമ്പോൾ എത്ര കിലോമീറ്റർ per hour സ്പീഡിലാണ് അയാൾക്ക് നീന്താൻ പറ്റുക എന്നുള്ളതാണ് ചോദ്യം. സോ ഇവിടെ ഇത് കുറക്കണം. 15-ന്ന് 2.5 കുറച്ചാല് 12.5 വരും. മിസ്റ്റേക്ക് ഉണ്ടല്ലോ ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരാള് 15 km per hour സ്പീഡിലാണ് അയാൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒഴുക്കിന് അനുകൂലമായിട്ട് പോകുന്ന സമയത്ത്
സോ അതിന് വിപരീതമായിട്ട് പോകുന്ന സമയത്ത് അതിന് ഇത് കുറക്കണം. ഓക്കെ, ശ്രദ്ധിക്കുക ഇവിടെ മിസ്റ്റേക്ക് എന്താ അറിയോ? അതായത് 2.5 കിലോമീറ്റർ എന്നുള്ളത് എന്തിന്റെ സ്പീഡാണ്? കറന്റ് സ്പീഡാണ്. ഓക്കെ, കറന്റ് സ്പീഡാണ് 2.5 കിലോമീറ്റർ. അപ്പൊ 15 നിന്നും നമുക്ക് 2.5 കിലോമീറ്റർ കുറച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ സ്പീഡ് കിട്ടും. ഓക്കെ, അപ്പൊ എത്രയാണ്? 12.5 ജലത്തിന്റെ ഇതുള്ളത്. ഓക്കെ, അതിൽ നിന്നും 2.5 കിലോമീറ്റർ, അതായത് ഒഴുക്കിനെതിരെയല്ല അയാൾ നീന്തിക്കൊണ്ടിരിക്കുന്നത്, അതിൽ നിന്നും 2.5 കിലോമീറ്റർ കുറച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ഒഴുക്കിനെതിരെയുള്ള സ്പീഡ് കിട്ടുക. സോ ഇവിടെ കറക്റ്റ് ആൻസർ വേണ്ടത് 10 കിലോമീറ്റർ പെർ ഹവർ ആണ്. ഓക്കെ, സോ ഇവിടെ 10 കിലോമീറ്റർ പെർ ഹവർ ഓപ്ഷനിലില്ല. സോ ക്യാൻസൽ ചെയ്യാം, ക്വസ്റ്റ്യൻ തെറ്റാണ്. ഓക്കെ അല്ലേ? മനസ്സിലായോ? ഇവിടെ ഓപ്ഷൻ കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് കൺഫ്യൂഷൻ അടിച്ചത്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ക്യാൻസൽ ചെയ്യണം. സോ കറക്റ്റ് ആൻസർ തന്നെ 10 കിലോമീറ്റർ പെർ ഹവർ ആണ് കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മുന്നോട്ട് പോവാം. അടുത്ത് 91ാമത്തെ ക്വസ്റ്റ്യൻ. എ ട്രെയിൻ ക്രോസസ് എ പ്ലാറ്റ്ഫോം 100 meter long in 60 seconds at a speed of 45 km per hour. The time taken by the train to cross an electric pole is 8 seconds, 52 seconds, 1 minute. Data inadequate. ഒരു ട്രെയിന് 45 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ പോകുന്നു. അതിൽ 100 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം മറികടക്കാൻ 60 സെക്കൻഡ് എടുക്കുന്നുണ്ട് എങ്കിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റ് മറികടക്കാനുള്ള സമയം എത്ര? ട്രെയിനിന്റെ നീളം തന്നിട്ടില്ല. 45 കിലോമീറ്റർ പെർ ഹവർ സ്പീഡ് തന്നിട്ടല്ലേ? നമുക്കിത് കണ്ടെത്താൻ പറ്റും. കുറച്ച് ടൈപ്പ് ചോദ്യമാണ്. ഓക്കെ, ഇവിടെ നോക്കൂ, 45 കിലോമീറ്റർ പെർ ഹവർ. ഈ 45 കിലോമീറ്റർ പെർ ഹവർ നമ്മൾ എന്താക്കണം? മീറ്റർ പെർ സെക്കൻഡിലാക്കണം. അപ്പൊ കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്കാക്കാൻ നമ്മൾ എന്താക്കണം? 5/80 കൊണ്ട് ഗുണിക്കണം. സോ 45 ഇൻറ്റു 5/18. 12.5 വരും. ഓക്കെ, അതായത് ഒരു സെക്കൻഡിൽ 12.5 മീറ്റർ ആണ് പിന്നെ എന്താക്കുന്നത് ഈ വണ്ടി കടന്നു പോകുന്നത്. ഇലക്ട്രിക് പോളിൽ ഡിസ്റ്റൻസ് ഇല്ലടാ. ഇലക്ട്രിക് പോളിൽ ഡിസ്റ്റൻസ് ഇല്ല. ഓക്കെ, അപ്പം ട്രെയിനിന്റെ ഇവിടെ സ്പീഡ് എന്ന് പറഞ്ഞ് 12.5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഒരു സെക്കൻഡിൽ 12.5 മീറ്റർ എന്ത് ചെയ്യും? ട്രെയിൻ മറികടക്കും. അപ്പൊ ട്രെയിനിന്റെ സ്പീഡ് കിട്ടി. അപ്പൊ നോക്കൂ, 100 മീറ്ററും ഇവിടെ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ട്രെയിനിന്റെ സ്പീഡ് പിന്നെ ലെങ്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ 100 എന്നുള്ളത് ഇവിടെ പ്ലാറ്റ്ഫോമിന്റെ ആണ്. ദെൻ പ്ലസ് ട്രെയിനിന്റെ സ്പീഡും ട്രെയിനിന്റെ ലെങ്ത്തും ഉണ്ട്. ഇത് രണ്ടും മറികടക്കാൻ എത്ര സെക്കൻഡ് എടുത്തത്? 60 സെക്കൻഡാണ് എടുത്തത്. ട്രെയിൻ പോകുന്ന സ്പീഡ് എന്ന് പറഞ്ഞ് 12.5 ആണ്. ഇനി നമുക്ക് ട്രെയിനിന്റെ നീളം കണ്ടുപിടിക്കണം. ഓക്കെ, ട്രെയിൻ നീളം എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് ഈ 60 സെക്കൻഡിനെ നമുക്ക് 12.58 ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മൊത്തം നീളം കിട്ടും. സോ 60 ഗുണിക്കണം 12.5 എത്ര വരും? 780 അല്ലെ? കറക്റ്റ്, 780 വരും. സോ മൊത്തം, അതായത് ട്രെയിനിന്റെ നീളവും അതേപോലെ പ്ലാറ്റ്ഫോമിന്റെ നീളം, രണ്ടിന്റെ നീളം കൂടി 750 ആണ് വരിക. അതിൽ 650 ട്രെയിനിന്റെ നീളമാണ്, ബാക്കി 100 പ്ലാറ്റ്ഫോമിന്റെ നീളമാണ്. ഓക്കെ, അപ്പൊ മൊത്തം 750. അപ്പൊ 750 മീറ്റർ മറികടക്കാൻ എത്ര സമയം എടുത്തു? ട്രെയിനിന്റെ നീളമായിട്ടുള്ള 650ഉം 100ഉം മൊത്തം 750 മീറ്റർ മറികടക്കാൻ 60 സെക്കൻഡ് എടുത്തു. സോ ഇലക്ട്രിക് പോസ്റ്റിനെ മറികടക്കാൻ എത്ര സമയം എടുക്കും എന്നാണ് ചോദ്യം. സോ 750 മീറ്റർ മറികടക്കാൻ 60 സെക്കൻഡ് എടുത്തു. സോ ഇതിൽ നമുക്ക് ഇനി എന്താ കിട്ടിയത്? ഒരു ഇലക്ട്രിക് പോസ്റ്റിനെ മറികടക്കാനുള്ള സമയം എത്രയെന്ന് മാത്രം കിട്ടിയത്. സോ 52 സെക്കൻഡ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓൾറെഡി എലാബറേറ്റ് ചെയ്തിട്ട് കൊള്ളാക്കേണ്ട കാര്യമില്ല. 52 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മുന്നോട്ട് പോവാം. ഇവിടെ അല്ല, കുറച്ച് ഡാറ്റയിൽ നിന്ന് നമ്മൾ എന്താക്കണം? ആൻസറിലെത്താൻ ശ്രമിക്കണം. ഓക്കെ, മുന്നോട്ട് പോവാം. അടുത്ത്, a milkman mixed some water with milk to gain 25% by selling the mixture at the cost price. The ratio of water and milk is respectively option A 5:4, 1:5, 4:5, 1:5. ഓ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. വളരെ പെട്ടെന്ന് ചാടി വീണ് ആൻസർ ചെയ്യാം. എന്താ ആൻസർ വരുന്നത്? ഒരു മിൽക്ക്മാൻ കൂടുതൽ ലാഭം കിട്ടാൻ വേണ്ടി പാല് വെള്ളത്തിൽ
അതായത് മിൽക്കിന് 25% വാട്ടർ ഇതിൽ കൂട്ടിച്ചേർത്തു. സോ റേഷ്യോ എത്രയാണ് ചോദ്യം? വെള്ളത്തിന്റെയും മിൽക്കിന്റെയും റേഷ്യോ എത്രയാണ് ചോദ്യം. സോ 25% ആഡ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്കറിയാം 25 എന്നുള്ളത് 4 ഭാഗമാണ് അല്ലെ. സോ 1:4. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഒന്നും സമയം എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, റേഷൻ ബഫേഴ്സിന്റെ ഭാഗത്തുനിന്നുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മുന്നോട്ട് പോവാം. അടുത്ത 103 ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ present worth of rupees 132 due in 2 years at 5% simple interest per annum? Rupees 112, rupees 120, rupees 180.80, rupees 122. Oh, simple. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു മിനിറ്റ് പോലും ആൻസർ വേണ്ട. ഒരു മിനിറ്റ് പോലും വേണ്ട. അര മിനിറ്റ് പോലും വേണ്ട. അതിനുള്ള ആൻസറിൽ എത്താൻ പറ്റും. ഏതൊരു സാധനം 5% പലിശക്ക് 2 വർഷം മുമ്പെടുത്തു. ഒരു നിശ്ചിത എമൗണ്ട് 5% പലിശക്ക് 2 വർഷത്തേക്ക് എടുത്തു. ഇപ്പൊ 2 വർഷം കഴിഞ്ഞപ്പോൾ 132 രൂപയാണ് വിലയെങ്കിൽ ബേസിക്കലി അതിന്റെ പ്രിൻസിപ്പൽസ് എമൗണ്ട് 2 വർഷങ്ങൾ മുമ്പ് എത്രയായിരുന്നു? അതൊക്കെ ഓപ്ഷൻ വെച്ചിട്ട് ആൻസറിൽ എത്താം അല്ലെ. അപ്പം 120ന്റെ 5%, 120ന്റെ 10% എന്നുള്ളത് 12 അപ്പൊ 5% എന്നുള്ളത് എത്രയാണ്? 6. ഓക്കെ, അപ്പം 120 എടുക്കുകയാണെങ്കിൽ ഒരു വർഷം 6 രൂപ എക്സ്ട്രാ വരും. അടുത്ത വർഷം പിന്നെ 6 രൂപ വരും. വിച്ച് മീൻസ് അപ്പൊ 12 രൂപ വരും. 120 എന്നുള്ള എന്ത് ചെയ്യും? 2 കൊല്ലം കൊണ്ട് 132 ആവും. ഓക്കെ, സിമ്പിൾ. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇതൊക്കെ ഓപ്ഷൻ നോക്കിയാൽ തന്നെ ആൻസറിൽ എത്താൻ പറ്റും. അത്രയ്ക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മുന്നോട്ട് പോവാം. അടുത്ത് A and B together can complete a work in 12 days. A alone is complete it in 20 days. If B does the work only for half a day daily, then how many days A and B together will complete the work? 110 days, 50 days, 11 days, 20 days. Time and work എന്ന് പറഞ്ഞ ടോപ്പിക് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കമ്പാരിറ്റീവ്ലി സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്. ബേസിക് ആണ് ഈ ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ടൈറ്റ് ക്വസ്റ്റ്യൻസ് ഇല്ല. എന്താ ആൻസർ വരുന്നത്? ഓക്കെ, ഫൈൻ. ഇവിടെ ഒരു വർക്ക് എയും ബിയും രണ്ടുപേരും കൂടി ഒരു വർക്ക് തീർക്കുന്നത് 12 ദിവസം കൊണ്ടാണ്. അതേ വർക്ക് ബി ഒറ്റയ്ക്ക് തീർക്കുക 20 ദിവസം കൊണ്ടാണ്. ഓക്കെ, എയും ബിയും ഒരു വർക്ക് 12 ദിവസം കൊണ്ട് തീർക്കും. ബി ഒറ്റയ്ക്ക് ഈ ഒരു വർക്ക് 20 ദിവസം കൊണ്ട് തീർക്കും. ഓക്കെ, ഇവിടെ നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടണം. ഇവർ എത്രത്തോളം വർക്ക് എടുത്തു എന്ന് കിട്ടണം. അതായത് എയും ബിയും ഒരു വർക്ക്, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ ബിൽഡിംഗ് ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എയും ബിയും കൂടി 12 ദിവസം കൊണ്ട് തീർക്കും. പക്ഷെ ബി ഒറ്റയ്ക്ക് 20 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് കിട്ടാൻ ഈ 20ന്റെയും 12ന്റെയും LCM എടുത്താൽ മതി. രണ്ടിന്റെയും LCM എത്രയാണ്? 20ന്റെ 40, 60. 60 LCM വരുന്നത് അല്ലെ. 60 ടോട്ടൽ വർക്ക് അപ്പ് വരിക. അപ്പം ഇത് രണ്ടിന്റെ LCM എടുത്താൽ ടോട്ടൽ വർക്ക് കിട്ടും. സോ 20ന്റെയും 12ന്റെയും LCM 60. വലിയ സംഖ്യനെ വിളിച്ചു നോക്കിയാൽ 20 പോകില്ല, 40 12 പോകില്ല, 60 എന്ത് ചെയ്യും? പോകും. അപ്പൊ രണ്ടിന്റെ LCM വരുന്നത് 60. അപ്പം പിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്, അതായത് എയും ബിയും രണ്ടുപേരും പണിയെടുക്കും 12 ദിവസം കൊണ്ട് തീരും. എ ഒറ്റയ്ക്ക് പണിയെടുത്താൽ 20 ദിവസം തീരുള്ളൂ. അപ്പൊ ഇവിടെ എഫിഷ്യൻസി കൂടുതൽ എക്കും ബിക്കും. കാരണം രണ്ടുപേര് പണിയെടുക്കും 12 ദിവസം കൊണ്ട് തീരും. മറ്റേത് അയാൾ 20 ദിവസം എടുക്കും. ഇവിടെ സംഖ്യ കൂടുതൽ പീക്കാണെങ്കിലും എഫിഷ്യൻസി കൂടുതൽ ആർക്കാണ്? എക്കും ബിക്കും ആണ്. സോ ഇവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 60/12 5. ഇവരുടെ എഫിഷ്യൻസി 5. നേരെ മറിച്ച് പിന്നെ എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാണ്? 3. മുപ്പർക്ക് എഫിഷ്യൻസി കുറവാ, മുപ്പർക്ക് എഫിഷ്യൻസി 3 ഉള്ളൂ. ഇനി നമ്മളോട് ചോദിച്ച ചോദ്യം ഇഫ് ബി ഡസ് ദ വർക്ക്. അപ്പം നമുക്കിപ്പോ തന്നെ കാര്യം മനസ്സിലാക്കാം, എയുടെ എഫിഷ്യൻസി 3. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ മൊത്തം രണ്ടുപേരുടെ എഫിഷ്യൻസി 5. സോ അങ്ങനെയാണെങ്കിൽ ബിയുടെ എഫിഷ്യൻസി എത്രയായിരിക്കും? എയുടെ എഫിഷ്യൻസി 3 ബിയുടെ എഫിഷ്യൻസി സ്വാഭാവികമായിട്ട് 2. ഓക്കെ, അപ്പൊ 2 ബിക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? ബി 40 ദിവസം എടുക്കും. ഓക്കെ, ബി ഒറ്റയ്ക്ക് 40 ദിവസം എടുക്കും, എ ഒറ്റയ്ക്ക് 20 ദിവസം എടുക്കും. ഓക്കെ അല്ലേ, മനസ്സിലായല്ലോ? രണ്ടുപേരും കൂടി 12 ദിവസം കൊണ്ട് എടുക്കും. അപ്പം എയുടെ എഫിഷ്യൻസി 2, എ 40 ദിവസം കൊണ്ടാണ് പണി പൂർത്തിയാക്കുക. സോറി, ബിയുടെ എഫിഷ്യൻസി 40, ബി 2 ദിവസം കൊണ്ടാണ് പണി പൂർത്തിയാക്കുക. എയുടെ എഫിഷ്യൻസി 20, എ 3 ദിവസം കൊണ്ടാണ് പണി പൂർത്തിയാക്കുക. ഓക്കെ, ഞങ്ങൾക്ക് സുഖമായിട്ട് ആൻസറിലെത്താൻ പറ്റും. ഇവിടെ നോക്കൂ, ബി
പിന്നെ എന്താക്കുന്നുള്ളൂ, ഒരു ദിവസം മൊത്തം പണിയെടുക്കുന്നില്ല, മൂപ്പരുടെ പകുതി ദിവസമേ പണിയെടുക്കുന്നുള്ളൂ. ഓക്കെ, അതായത് മൂപ്പര് മൊത്തം ദിവസം പണിയെടുക്കുന്നില്ല, ഒരു ദിവസത്തിന്റെ പകുതിയെ പണിയെടുക്കുന്നുള്ളൂ, ഹാഫ് ഓഫ് ഡെയിലിയെ പണിയെടുക്കുന്നുള്ളൂ, ഒരു ദിവസത്തിന്റെ പകുതിയെ പണിയെടുക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ മൂപ്പരുടെ എഫിഷ്യൻസി രണ്ടിന്റെ നേർ പകുതിയായിട്ട് കുറയും, ഒന്നാവും. വിച്ച് മീൻസ് മൂപ്പരുടെ എഫിഷ്യൻസി ഒന്നാണ്. ഓക്കെ അല്ലെ? സോ എയുടെ എഫിഷ്യൻസി 3 ഇപ്പം ബിയുടെ എഫിഷ്യൻസി 3. ഇവരുടെ രണ്ടുപേരുടെയും ടോട്ടൽ എഫിഷ്യൻസി 4. സോ 60 ഹരിക്കണം 4. ഓക്കെ, 60 ഡിവൈഡ് ബൈ 4 അവരുടെ ടോട്ടൽ എഫിഷ്യൻസി. സോ 15 ഇവിടെ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്, വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഓക്കെ, മുന്നോട്ട് പോവാം. അടുത്ത്, the ratio of two number is 3:4 and their HCF is 4 and their LCM is option A 12, 24, 16, 48. LCM HCF ആണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. രണ്ട് സംഖ്യകളുടെ റേഷ്യോ 3:4 ആണ്, അവരുടെ HCF 4 ആണ്, അതിന്റെ LCM എത്രയാണ്? ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ബേസിക്കലി ഇക്വേഷൻ തന്നെയാണ്. കുറെ സമയം കഴിഞ്ഞാൽ ഓപ്ഷൻ 48 ആണ് കറക്റ്റ് ആൻസർ വരിക. പ്രൊഡക്റ്റും കൂട്ടിയാലൊക്കെ കൂടെ ആൻസറിൽ എത്താൻ പറ്റും. ഓക്കെ, മുന്നോട്ട് പോകാം. അടുത്ത്, ഫൈൻഡ് ദ നെക്സ്റ്റ് ടേം ഇൻ ദ സീരീസ് 169, 319, 519, 769, 169. ഓപ്ഷൻ എ 141, ഓപ്ഷൻ ബി 139, ഓപ്ഷൻ സി 14021, ഓപ്ഷൻ ഡി 4090. എന്താ 169 319 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 150 ആണ് ഇതിന്റെ വ്യത്യാസം. ഓക്കെ, 319 519 തമ്മിലുള്ള വ്യത്യാസം 200 ആണ്. അപ്പൊ 50 വെച്ച് കൂടുന്നുണ്ട് അല്ലെ. 519 269 തമ്മിലുള്ള വ്യത്യാസം 250 ആണ്. 269 1069 തമ്മിലുള്ള വ്യത്യാസം 300 ആണ്. സോ ഇത് 350 ഇനി കൂടണം. സോ 1069 പ്ലസ് 350 is equal to 49. ഓപ്ഷൻ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. മുന്നോട്ട് പോവാം. മാത്സ് ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി റീസണിലേക്ക് കിടക്കാണ്. There are 7 persons K, M and R S T and V in a family which has 3 generations. T is the daughter-in-law of K, R is the father of M, K is the son-in-law of sister of N, gender of N and V is same, S is female. How is R related to V? Father-in-law, brother, father, grandfather. ഒരു ടൈറ്റ് ക്വസ്റ്റ്യൻ ആണല്ലോ. ആൻസർ വരുന്നത്, ഒരു ഫാമിലിയിൽ 7 അംഗങ്ങളുണ്ട്, പേര് K, M, N, R, S, T, V എന്നാണ് 7 പേര്. അത് 3 ജനറേഷൻ ആണ് കേട്ടോ. ഗ്രാൻഡ് പാരന്റ്സ്, പാരന്റ്സ്, സിസ്റ്റേഴ്സ്, അങ്ങനെ 3 ജനറേഷൻ ആണ്. അതിൽ T is the daughter-in-law of K. കെയുടെ മരുമകളാണ് T and R is the father of N. എമ്മിന്റെ ഫാദർ ആണ് R. അതേപോലെ K is son-in-law of sister of N. എന്നിന്റെ സഹോദരിയുടെ സണ്ണിൻലോയാണ് K. ഓ, അങ്ങനെയുണ്ടോ പറഞ്ഞത്? എന്നിന്റെ സഹോദരിയുടെ സണ്ണിൻലോയാണ് K. എന്നിന്റെയും വിയുടെയും ജെൻഡർ സെയിം ആണ് എങ്കിൽ, സെയിം ആണ്, എസ് ഫീമെയിൽ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് ആറും വിയും തമ്മിലുള്ള ബന്ധം? അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കാര്യം ചെയ്യാം, ഒരു ഫാമിലി ട്രീ വരക്കാം. അപ്പൊ നമുക്കിവിടെ എത്ര പേരുണ്ട്? K ഉണ്ട്, M ഉണ്ട്, N ഉണ്ട്, R ഉണ്ട്, S ഉണ്ട്, V ഉണ്ട്. ഓക്കെ, കുറച്ച് ആൾക്കാരുണ്ട്. നമ്മളോട് ആദ്യം പറഞ്ഞ ക്ലൂ എന്താ? T is the daughter-in-law of K. ഓക്കെ, കെയുടെ മരുമകളാണ് ആര്? T. അപ്പൊ T എന്തായാലും ഒരു ലേഡിയാണ്. അപ്പൊ ലേഡി എന്നുള്ളത് നമുക്ക് എന്താക്കാം? പ്ലസ് മാർക്ക് ചെയ്യാം. ഓക്കെ, ലേഡി പ്ലസ് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളോട് പറയുന്നു എന്താ? K. ഇവിടെ K ഉണ്ട്. ഇവിടെ K ഉണ്ട്. കെയുടെ സ്വാഭാവികമായിട്ടും K ആരാ നമുക്കറിയില്ല. ഓക്കെ,
കെ ആണാണോ പെണ്ണാണോ നമുക്കറിയില്ല. സോ കെ ഉണ്ടെങ്കിൽ ഇദ്ദേഹം ഐതർ ഭാര്യയോ ഭർത്താവോ ആരോ ആയിക്കോട്ടെ, ഒരു അദ്ദേഹത്തിന് ഒരു വൈഫ് ഉണ്ടാവും, അവർക്കൊരു മകനോ മകളോ ഉണ്ടായിരിക്കും. ആ അവർക്കൊരു മകൻ ഉണ്ടായിരിക്കും. അപ്പം ഇതെന്തായാലും എന്താണ്, പുരുഷനാണ്. പുരുഷൻ നമുക്ക് നെഗറ്റീവ് മാർക്ക് ഇടാം. സോ ഇവരുടെ കെയുടെ മരുമോളാണ് ആര്, പിന്നെ ടി. അപ്പൊ ടി എന്തായാലും മരുമകൾ എന്ന് പറയുമ്പോൾ വിമൺ ആയിരിക്കും. അപ്പൊ നമുക്ക് പ്ലസ് ഇടാം. ഇവിടെ ഒരാള് ഒരു ഭർത്താവുണ്ട്. ഓക്കെ, നമുക്ക് ഇത്ര ഉള്ളൂ. കെയുടെ മരുമകളാണ് പറയുമ്പോൾ കെ സ്ത്രീയോ പുരുഷനോ ആരുമാണെങ്കിലും ആവാം. ഓക്കെ, അവരുടെ മകന്റെ ഭാര്യയാണ് ടി. ആ ഒരു ക്ലൂവിലേക്ക് നമുക്ക് എത്തി. അടുത്ത ഫാക്ട് എന്താ പറയുന്നത്? ആർ ഈസ് ദ ഫാദർ ഓഫ് എ, അല്ലെ? ആർ ഈസ് ദ ഫാദർ ഓഫ് എ എന്താണ് ഇവിടെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് പുറത്ത് എഴുതാം. ഓക്കെ, എന്താണ് പിന്നെ ആറിന്റെ മകനാണ് എം. സോറി, പോയി. ഇവിടെ നമ്മൾ കെ വരച്ചു. കെക്ക് ഐതർ ഭാര്യ ഭർത്താവ് ഉണ്ടാവും. ഓക്കെ, അവർക്കൊരു മകനുണ്ട്. നമുക്ക് മകൻ ആരാന്നറിയില്ല. സോ ഇതിന്റെ മരുമോൾ ആരാണ്? ടി ആണ്. അപ്പൊ ടി എന്തായാലും എന്താ, ടി എന്തായാലും വിമൺ ആണ്. ഓക്കെ, അവിടെ പ്ലസ് ഇട്ട് കഴിഞ്ഞു. ഇവിടെ നമ്മൾ നെഗറ്റീവ് ഇട്ടു. ഇതാരാ നമുക്കറിയില്ല, അത് പുരുഷനാണ്. പുരുഷൻ നമ്മൾ നെഗറ്റീവ് ആയിട്ട് ഇടുന്നത്. ഇനി അടുത്ത പറഞ്ഞത് ആർ ഈസ് ദ ഫാദർ ഓഫ് എം. എമ്മിന്റെ ഫാദർ ആറാണ്. അപ്പൊ ആറ് നമ്മൾ ഇവിടെ ഇട്ടു. ആർ എന്തായാലും ഫാദർ ആയതുകൊണ്ട് പുരുഷനാവും. നമ്മുടെ ഇതും നെഗറ്റീവ് ഇട്ടു. അദ്ദേഹത്തിന്റെ മകൻ, പിന്നെ മകനോ മകളോ, ഓക്കെ, എം ഇവിടെ ഉണ്ട്. എം നമുക്ക് ആരാന്ന് അറിയില്ല. ഓക്കെ, മുന്നോട്ട് പോവാം. ഇനി നമ്മളോട് പറഞ്ഞ അടുത്ത ഓപ്ഷൻ എന്താ? കെ ഈസ് ദ സൺ ഇൻ ലോ ഓഫ് സിസ്റ്റർ ഓഫ് എൻ. ഓക്കെ, എന്നിന്റെ സഹോദരിയുടെ മരുമകനാണ് കെ. എന്നിന്റെ സഹോദരിയുടെ മരുമകനാണ് കെ. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കെ അല്ലേ, കെനെ പറ്റി പറഞ്ഞത്. ഇപ്പൊ കെ ആരുടെയോ മരുമകനാണ്. അപ്പൊ ആരാ, പിന്നെ അതായത് ഇവിടെ ഒരു 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 വ്യക്തിയുണ്ട്, സ്ത്രീയോ പുരുഷനാവാം. അവർക്കൊരു സഹോദരിയുണ്ട്. ആ സഹോദരിയുടെ മരുമകനാണ് കെ. അപ്പൊ ഇവിടെ ഈ ബ്രാക്കറ്റിൽ നമുക്ക് അദ്ദേഹം പ്ലസ് ഇടാം. ഇതൊരു സ്ത്രീ ആയിരിക്കും. അപ്പൊ ഇത് ഏതൊരു വ്യക്തി ഉണ്ട്, ഈ ഒരു വ്യക്തിയുടെ സഹോദരി ഉണ്ട്. ആ സഹോദരിയുടെ മരുമകനാണ് കെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ആരായിരിക്കും? ഇവിടെ മരുമകൻ എന്ന് പറയുമ്പോൾ അതായത് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീയുടെ മകളുടെ ഭർത്താവാണ് കെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതെന്തായാലും എന്താവണം, ഒരു സ്ത്രീ ആവണം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ അടുത്ത ക്ലൗ എന്ന് പറയുന്നത് എന്താണ്? ജെൻഡർ ഓഫ് എൻ ആൻഡ് വി ഈസ് സെയിം. ഓക്കെ, എന്താ എന്നും അതേപോലെ എന്നിന്റെയും ജെൻഡറിന്റെയും, എന്നും വിയും അത് രണ്ടുപേരുടെ ജെൻഡർ സെയിം ആണ്. ആണാണെങ്കിൽ ആണ്, പെണ്ണാണെങ്കിൽ പെണ്ണ് ആണെന്നാണ് പറയുന്നത്. സോ ഇനി നമുക്ക് എന്താക്കണം, ഈ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയിൽ നിന്ന് നമ്മൾ എന്താക്കണം, ഇൻഫർമേഷനിലേക്ക് എത്തണം. ഓക്കെ, ഒന്നുകൂടി വായിച്ചു നോക്കാം. ഇപ്പൊ ഇവിടെ ആരൊക്കെ ഫില്ലായി? കെ കഴിഞ്ഞു, പിന്നെ പാരാ, ടി കഴിഞ്ഞു. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, ആറിന്റെ പിന്നെ എമ്മിന്റെ ഫാദർ ആണ് ആറ് എന്ന് പറയുന്നുണ്ട്. നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് നമുക്ക് എമ്മിന് ഇവിടെ പ്ലേസ് ചെയ്ത് നോക്കാം, എന്താ സംഭവിക്കാൻ നോക്കാം. എമ്മിന് ഇവിടെ പ്ലേസ് ചെയ്തു. ഓക്കെ, സോ സ്വാഭാവികമായിട്ടും എമ്മിനോട് പ്ലേസ് ചെയ്തു. അപ്പം കെയുടെ ഭാര്യയാണ് എം. അവർക്കൊരു മകനുണ്ട്. ആ മകന്റെ ഭാര്യയാണ് ടി എന്നുള്ള ഇതിലേക്ക് നമ്മൾ എത്തി. നമുക്ക് എം കൺഫേം ഒന്നുമില്ല, നമ്മൾ ഇട്ട് നോക്കി. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ എമ്മിന്റെ ഫാദർ ആണ് ആറ് എന്ന് പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇവിടെ പറഞ്ഞ ഈ ഒരു എമ്മിന്റെ അമ്മ ഭർത്താവായിരിക്കും ആറ്. അപ്പം ഇവിടെ ആറ് വരും. ഓക്കെ, സോ ആറ് വന്നു. ഓക്കെ, ഇനി നമുക്ക് വേറെ ക്ലൂ എന്താ പറഞ്ഞിരിക്കുന്നത്? എന്നിന്റെയും വിയുടെയും ജെൻഡർ സെയിം ആണ് എന്നാണ് പറയുന്നത്. അപ്പം എന്നും ജെൻഡറും അവരുടെ ഇത് ശരിയാവണമെങ്കിൽ എന്തായിരിക്കണം? എന്നിന്റെയും
അതേപോലെ തന്നെ വിയുടെയും ജെൻഡർ സെയിം ആയിരിക്കണം. ആണാണെങ്കിൽ ആണ്, പെണ്ണാണെങ്കിൽ പെണ്ണായിരിക്കണം. പക്ഷെ എസ് ഫീമെയിൽ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നോക്കൂ, ഇവിടെ 6 പുരുഷനാണ്. സ്വാഭാവികമായിട്ടും അവരുടെ ഭാര്യ എസ് ആയിരിക്കണം. അപ്പൊ എസ് ഇവിടെ വരും അല്ലെ, എസ് അവിടെ വന്നു. സോ 6ന്റെ ഭാര്യയാണ് എസ്. ഇനി നമുക്ക് എന്താക്കാം, പിന്നെ സ്വാഭാവികമായിട്ടും ഇവിടെ എന്ത് വരും, ഇവിടെ എൻ വരും, ഇവിടെ ആരും വരും, ഇവിടെ വിയും വരും. ഫാമിലി ട്രീ കംപ്ലീറ്റ് ആയി. സോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആറും വിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ചോദ്യം. സോ ആറും വിയും തമ്മിലുള്ള ബന്ധം എന്താ? സ്വാഭാവികമായിട്ടും ഗ്രാൻഡ് ഫാദർ. ഓക്കെ, വിയുടെ ഗ്രാൻഡ് ഫാദർ ആണ് 6. സോ ഓപ്ഷൻ ഡി ഗ്രാൻഡ് ഫാദർ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ, മനസ്സിലായിടും? കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൗവർ ശ്രദ്ധയോടെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലെത്താൻ പറ്റും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ, മനസ്സിലായിടും? ഓക്കെ ഫൈൻ. അപ്പൊ കുറച്ച് ടൈറ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്നാലും ഫാമിലി ട്രീ ഒക്കെ വരച്ച് കഴിഞ്ഞാൽ ആൻസറിൽ എത്താൻ പറ്റും. ഓക്കെ, സ്റ്റാൻഡേർഡ് ആയി പോയി. ഓക്കെ, മുന്നോട്ട് പോവാം. അടുത്ത്, the position of Sushma is 7th from the left row. Bhishma is 23rd from the right end. There is total 57 persons in the row. What is the total number of persons in between them? 17, 27, 37, 50. ഓ, ഇത് വളരെ ഈസി ആയി പോയി. ഓപ്ഷൻ വെച്ചിട്ട് കൂളായി ആൻസറിൽ എത്താൻ പറ്റും. ടൈറ്റ് ഒന്നുമില്ല ക്വസ്റ്റ്യൻസ്. അതായത് ഒരു റോയില് മൊത്തം എത്ര പേരുണ്ട്? 57 പേരുണ്ട്. അതിൽ ലെഫ്റ്റിൽ നിന്നും 7ാമതാണ് സുഷമയുടെ സ്ഥാനം. ദെൻ റൈറ്റിൽ നിന്നും 23ാമതാണ് ഭീഷ്മയുടെ സ്ഥാനം. ഇവർക്കിടയിൽ എത്ര പേരുണ്ട് എന്നാണ് ചോദ്യം. സോ 23 മൊത്തം 57 പേരുണ്ട്. 57 23ാമത്തെ ആളാണ് പിന്നെ ഭീഷ്മ. ഇവിടെ അങ്ങോട്ട് 7ാമത്തെ ആളാണ്. സോ ഇവർക്കിടയിൽ എത്ര പേരുണ്ടാവും? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി 27 ആണ്. വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല. ജസ്റ്റ് ലോജിക് വെച്ച് തന്നെ കൂട്ടലും കുറക്കലൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും, ആൻസറിലെത്താൻ പറ്റും. അടുത്തത്, the friend is coded as HUMJTK. How can candle be written in that code? AD, option A EDRIRL, option B DCQHQK, ESJFME, FYOBOC. ആൻസർ വരുന്നത് ലോജിക് എന്താ? എഫും എച്ചും തമ്മിലുള്ള ബന്ധം എന്താ? എഫ് ജി എച്ച്. എഫ് കഴിഞ്ഞ് 2ാമത്തെ ലെറ്റർ വരുന്നുണ്ട്. ഓക്കെ, അതാണ് ലോജിക്ക് വരുന്നത്. അപ്പൊ സിക്ക് ശേഷം സി ഡി ഇ വരുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ ബി ഒഴിവാക്കാം, സി ഒഴിവാക്കാം. ഓക്കെ, ഇനി അടുത്തെന്താ? ആറും യുവും തമ്മിലുള്ള ബന്ധം എന്താ? ഓക്കെ, യുവിന് ശേഷം 3 ഇങ്ങോട്ടേക്ക് വരണം. ഓക്കെ, സോ അപ്പൊ തന്നെ നമുക്ക് ലോജിക്കലി ആൻസർ എത്താൻ പറ്റും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അതായത് 3 മുമ്പിലേക്കാണ് വരുന്നത്. അപ്പൊ എയുടെ 3ാമത്തെ ലെറ്റർ വരുന്നത് ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ആദ്യത്തെ ലെറ്റർ കഴിഞ്ഞ് 2ാമത്തെ ലെറ്റർ ആണ് ആദ്യത്തിൽ വരുന്നത്. 2ാമത്തെ അക്ഷരത്തിന്റെ ശേഷം 3ാമത്തെ ലെറ്റർ ആണ് അടുത്തതിൽ വരുന്നത്. അവർ ലോജിക്ക് വെച്ചിട്ട് ഫുൾ ആൻസറിൽ എത്താൻ പറ്റും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആട്ടോ. മുന്നോട്ട് പോവാം. 100ാമത്തെ ക്വസ്റ്റ്യൻ, ദിവ്യാസ് ബർത്ത്ഡേ ഈസ് ഓൺ Friday 30th June. On what day the week will be Summers' birthday in the same year if Summers was born on 15th November? ജൂൺ 30-നാണ് ദിവ്യയുടെ ബർത്ത്ഡേ. അത് ഫ്രൈഡേ ആണ് എങ്കിൽ നവംബർ 15-ന് ജനിച്ച സാമറിന്റെ ബർത്ത്ഡേ ഏത് ദിനത്തിലായിരിക്കും? ഇതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വലിയ പണിയൊന്നുമില്ല. നമുക്ക് ആദ്യം ഡേ അറിഞ്ഞിരിക്കണം. ഇപ്പം 30 ജൂണിനാണ്. 30 ജൂൺ എന്നുള്ളത് ഫ്രൈഡേ ആണ്, ഓർത്തിരിക്കുക. 30 ജൂൺ എന്നുള്ളത് ഫ്രൈഡേ ആണ്. സോ ഞാൻ അടുത്ത മാസം ജൂലൈ ആണ്. ജൂലൈ 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. ജൂലൈയിൽ 31 ദിവസം ഉണ്ട്. ഈ 31-നെ 7 നമ്മൾ എന്താക്കുക, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് എത്രയാണോ റിമൈൻഡർ കിട്ടുന്നത് അതെടുത്ത് 28 നോക്കി 3 വരും. അപ്പൊ ജൂലൈ മാസം റിമൈൻഡർ വരുന്നത് 3 ഓക്കെ. അടുത്ത് ഓഗസ്റ്റ് മാസം 31 വരുന്നുണ്ട്, അപ്പോൾ റിമൈൻഡർ 3 വരും. ഇനി ജൂൺ കഴിഞ്ഞ് ജൂലൈ ഓഗസ്റ്റിൽ 30 ദിവസം, അപ്പൊ റിമൈൻഡർ 2 വരും. ഓഗസ്റ്റും സെപ്റ്റംബറിൽ റിമൈൻഡർ 2 ദിവസമാണ്. ഈ നവംബർ ഉണ്ട്, നവംബറിൽ ഇപ്പം 15 ദിവസം ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി മൊത്തം നാട് നോക്കാം. 3 3 6 2 8 2 10 15 25 വന്നു. 25നെ 7 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? റിമൈൻഡർ എത്ര കിട്ടും? 4 കിട്ടും. വിച്ച് മീൻസ് വെള്ളിയാഴ്ചയോട് 4 ദിവസം കൂട്ടിയാൽ ഏതാണ് ദിവസം വരുന്നത് ആ ദിവസമായിരിക്കും സാമേഴ്സിന്റെ ബർത്ത്ഡേ. സോ ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ. കുട്ടിയോട് തെറ്റിയോ? 3 3 6 6 2 8 8 2 അയ്യോ സെപ്റ്റംബറിൽ 3 ദിവസം വരും അല്ലെ? ജൂലൈയിൽ 31 ദിവസം ഉണ്ട്, ഓഗസ്റ്റിൽ 30 ദിവസം ഉണ്ട്, സെപ്റ്റംബറിൽ 30 ദിവസമേ ഉള്ളൂ, ഒക്ടോബറിൽ 31 ദിവസം ഉണ്ട്. ഓക്കെ, ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പൊ 3 3 6 2 8 8 3 11 11 പിന്നെ 15 26 വരും. അപ്പം 26നെ 7 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 21 കഴിഞ്ഞ് ബാക്കി 5 വരും അല്ലെ? അപ്പൊ 5 ദിവസം മുന്നോട്ടാവണം. സോ കറക്റ്റ് ആൻസർ വെനസ്ഡേ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ടുഡേ. സോ വേറെ ഡൗട്ട്സ് ഒന്നുമില്ലെങ്കിൽ തൽക്കാലം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ലെറ്റ്സ് വൈൻഡ് അപ്പ്. താങ്ക് യു.